ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും ജനറൽ ഇലക്ഷന്റെ വോട്ടിംഗ് പാറ്റേണും രണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അരുവിക്കരയിൽ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ ഒരു 3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഞങ്ങൾക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് നടന്ന പാലക്കാട് പോലും ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ കക്ഷികൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധാരണഗതിയിൽ മടിക്കും. കാരണം ഒരു വോട്ടിന് പോലും വളരെ ശക്തമായ ചർച്ച നടക്കുന്ന സമയത്ത് അത് വളരെ പുറകോട്ട് പോകാനാണ് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകാറ്. നിങ്ങൾ ചിന്തിക്കട്ടെ, 2021 തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ഷെയറും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നിലവാര പാറ്റേണും രണ്ടാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് 2021 തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ നോക്കുന്ന സമയത്ത് UDFനും 2021 തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ നിലയിൽ പരിശോധിക്കുന്ന സമയത്ത് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. LDFനും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ആനുപാതികമായി ഞങ്ങൾക്ക് വളരെ ചെറിയ വോട്ടല്ലേ ഇവിടെയുള്ളൂ. ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ വോട്ട് ചെറിയ വോട്ടാണ്. സംഘടനാപരമായി വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് വോട്ടിന്റെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അരുവിക്കരയിൽ അതുപോലെ തന്നെ ചേലക്കരയിൽ ഞങ്ങൾക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് വോട്ട് ഷെയർ വളരെയധികം കുറവുണ്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നോക്കുന്ന സമയത്ത് നിലമ്പൂരിൽ സംഘടനാപരമായി പുറകോട്ട് നിൽക്കുന്ന ഒരു മണ്ഡലം, മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ വോട്ടിംഗ് നിലനിർത്താൻ സാധിച്ചു. ആനുപാതികമായി ചെറിയൊരു വോട്ടിംഗ്, അതായത് നമുക്ക് 4.9% മാത്രമല്ലേ വോട്ടുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ആനുപാതികമായി പുതിയ വോട്ടർമാരിൽ നിന്ന് ചേർത്ത വോട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു ശതമാനം വോട്ട് ഞങ്ങൾക്ക് അധികമായി കിട്ടാൻ സാധിച്ചു. അതൊരു ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ഒരിക്കലും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ വീഡിയോ ഇല്ലല്ല, ഒരിക്കലും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ അദ്ദേഹം പറഞ്ഞ വീഡിയോ ഉണ്ട്. അദ്ദേഹത്തിനോട് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന സമയം അദ്ദേഹം പറഞ്ഞു, സുഹൃത്തുക്കൾ BJPയും ദേശീയ NDAയുടെ വോട്ടുകൾ LDFന് പോയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്റെ സുഹൃത്തുക്കളും മലയോര കർഷകരും അവർക്ക് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി ചില സമയത്ത് UDFന് വോട്ട് കൊടുത്തിട്ടുണ്ടാകാം. BJPയുടെ വോട്ടല്ല, NDAയുടെ വോട്ടല്ല. അയാൾ പറഞ്ഞ കൃത്യമായി നിങ്ങൾ ആ വീഡിയോ പരിശോധിക്കണം. റിപ്പോർട്ടർ ഇവിടെ ഞങ്ങളുടെ കയ്യിൽ വീഡിയോ ഫുള്ളായിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. ആ വാർത്ത DYFയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി അത് കട്ട് ചെയ്തിട്ട് LDFന് വോട്ട് കൊടുക്കും എന്നത് മാത്രമാക്കി പ്രചരിപ്പിച്ചത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വോട്ട് കുറയണ്ടേ? ഞങ്ങൾ അടിസ്ഥാനപരമായ വോട്ട് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2 മുന്നണികൾ, മന്ത്രിമാർ വീട് വിടാൻ തന്നെ കയറി ഇറങ്ങുന്നു, MLAമാർ വീട് വിടാൻ തന്നെ കയറി ഇറങ്ങി വാഗ്ദാനം നൽകുന്നു. കേന്ദ്രമന്ത്രിമാർ വീട് കയറിയിട്ടില്ല, അവർ പ്രചരണ ക്യാമ്പയിൻ നടത്തിയിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി 3 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞു, ഈ കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിനെ കുറിച്ചുള്ള വിലയിരുത്തലായിരിക്കും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് എന്നാണ് പറഞ്ഞത്. MLAമാർ വീട് വിടാൻ തന്നെ കയറി ഇറങ്ങി, കോളനികൾ കയറി ഇറങ്ങി അവർക്ക് വാഗ്ദാനം നൽകി. അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന നിങ്ങൾക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഞങ്ങൾ ജയിക്കും എന്ന വിശ്വാസത്തോടുകൂടി മത്സരിച്ച പാലക്കാട് പോലും ഞങ്ങൾക്ക് വോട്ട് ഷെയറിൽ കുറവ് വന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലുള്ള കൊടും പിടിച്ച പ്രചരണം നടന്നു. അല്ല, അത് എല്ലാ സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ്. അത് എല്ലാ സംസ്ഥാനത്തും അങ്ങനെയാണ്. BJPക്ക് സ്വാധീനമുള്ള ഉത്തർപ്രദേശ് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ BJP അവിടെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അവിടെ 3ാം കക്ഷി എന്ന രീതിയിൽ മറ്റു പാർട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പാർട്ടികൾക്ക് വോട്ട് കുറയും, സ്വാഭാവികമാണ്. നിങ്ങൾ നോക്കൂ, എല്ലാ ഉപതെരഞ്ഞെടുപ്പിന്റെയും വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുന്ന സമയത്ത് ഒരു 3ാം കക്ഷിക്ക് പ്രാധാന്യം കുറയുന്നു. 3ാം കക്ഷി പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കേൾക്കാൻ തയ്യാറാവില്ല. അത് കേൾക്കുന്ന ആളുകളുടെ എണ്ണം കുറയും. അപ്പൊ സ്വാഭാവികമായും ഒരു 3ാം കക്ഷിക്ക് വോട്ട് കുറയും. ഇവിടെ നിലമ്പൂരിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, പാലക്കാടും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ നിലമ്പൂരിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു.
3000 സംതിങ്ങാണ് വോട്ട് പുതിയ വോട്ടർമാരോട് ചേർന്നിരിക്കുന്നത്. അതിന്റെ ആനുപാതികമായി ചെറിയൊരു ഷെയർ. 4ാം സ്ഥാനത്ത് പോയത് അൻവർ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 9 വർഷമായി അൻവർ ഇവിടുത്തെ MLA ആണ്. അൻവറിന് കിട്ടിയ അതാണ് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അൻവറിന് കിട്ടിയ വോട്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അൻവറിന് കിട്ടിയ വോട്ട് CPMന്റെ LDFന്റെ ഈ 9 വർഷത്തെ ഭരണത്തിനെതിരെയുള്ള ഒരു ജനവികാരമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അൻവറിന് കിട്ടിയ വോട്ട് അങ്ങനെയല്ല നമുക്ക് കണക്കാക്കാൻ സാധിക്കുള്ളൂ. വോട്ട് ചോർന്നല്ലോ. ഞാൻ കണക്കല്ലേ പറയുന്നത്. UDFന്റെ കഴിഞ്ഞ തവണ വോട്ട് കിട്ടിയില്ലല്ലോ. LDFന്റെ വോട്ട് കിട്ടിയില്ലല്ലോ. ഈ ഭരണവിരുദ്ധ വികാരം രാഷ്ട്രീയമായി മുതലെടുക്കാൻ UDFന് സാധിച്ചില്ല. UDF ഭരണവിരുദ്ധ വികാരം പറഞ്ഞിട്ടല്ല വോട്ട് നേടിയത്. UDF LDFന്റെ വികസിത LDFന്റെ ഈ ഇവിടെ നടക്കുന്ന ഈ ഗവൺമെന്റിനെതിരെയുള്ള വികാരം ജനങ്ങളിൽ എത്തിക്കാൻ UDFന് സാധിച്ചിട്ടില്ല. അല്ലല്ല, ഞങ്ങളെ ക്യാമ്പയിൻ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ വോട്ടിലേക്ക് താഴേക്ക് പോവുമായിരുന്നു. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച വികസിത നിലമ്പൂർ എന്ന് ജനങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയത്. അല്ല, വോട്ട് കുറഞ്ഞതിന് ചില ബൂത്തുകളിൽ വോട്ടിന്റെ ഷെയർ കുറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കും. നമ്മൾ സംഘടനാപരമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പരിശോധിക്കും. ഏത് അല്ല, അങ്ങനെയല്ല. അതെല്ലാം നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് കഴിഞ്ഞ തവണ വോട്ടിന്റെ കണക്കും ഇത്തവണ വോട്ടിന്റെ കണക്കും നമ്മൾ പരിശോധിക്കും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അല്ല, ഞാൻ പറയട്ടെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച സമയത്ത് വോട്ട് കൂടിയിട്ടുണ്ട്. അതൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും ഒരു നിയമസഭാ എല്ലാ സമയത്തും നിങ്ങൾ UDFന്റെ എത്ര ഇവിടെ ഭൂരിപക്ഷം ഉണ്ട്? 60,000-ലധികം. ഞാൻ ചോദിക്കട്ടെ, 60,000-ലധികം ഭൂരിപക്ഷം UDFന്റെ ഇല്ലേ ഇവിടെ? ആ വോട്ട് നേടാൻ സാധിച്ചോ? LDFന് വോട്ടില്ലേ? ആ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്? ഇല്ലല്ലോ. അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ 2-2ആണ്. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ ഞങ്ങളെ ഘടകകക്ഷികൾ BJP എന്നുള്ളതല്ല, നമ്മുടെ ഘടകകക്ഷികൾ BDJS ആയാലും നമ്മുടെ ഘടകകക്ഷികൾ എല്ലാവരുടെയും വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയും BJPന്റെ എല്ലാ ഘടകകക്ഷികളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമുക്ക് വോട്ട് കിട്ടുന്നത്. നിങ്ങൾ കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് നോക്കൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് BJPക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ തുഷാർ വെള്ളാപ്പള്ളി പിന്തുണച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ വോട്ടിംഗ് സമയത്ത് LDFിലേക്ക് ഹിന്ദു ഏകീകരണം ഉണ്ടായിരിക്കുന്നു, വോട്ടുകൾ പോയിരിക്കുന്നു എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയാണ്. അതാ വെള്ളാപ്പള്ളി മുൻപ് തുടങ്ങിയ കാര്യങ്ങൾ പിന്തുണച്ചാലാണ് തുഷാർ. ആ തുഷാർ താമസമുണ്ടായ പാർട്ടിയാണ് BDJS. ആ BDJSന്റെ വോട്ടുകൾ കൃത്യമായും പോക്കറ്റിൽ വന്നിരുന്നെങ്കിൽ, അതായത് മോഹൻ ജോർജ് പിടിക്കുന്ന വോട്ടുകൾക്കൊപ്പം വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ പിന്നീട് പറയുന്ന പോലെ നിലമ്പൂർ നഗരസഭയിലടക്കം പിന്നോട്ട് പോയി BJP വോട്ടുകളിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ടല്ലോ. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ എല്ലാ കോളനികളും കേന്ദ്രീകരിച്ചുകൊണ്ട് MLAമാർ മന്ത്രിമാർ അവർക്ക് വാഗ്ദാനം നൽകുകയാണ്. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സമയത്തോളം ജനങ്ങൾ അത്ര ബോധവാന്മാരല്ല. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂരിൽ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ആ ഒരു മൂടാണ് ജനങ്ങൾക്ക്. മന്ത്രിമാരും MLAമാരും വാഗ്ദാനം നൽകുന്ന സമയത്ത് ചില വോട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ടാവും. BJP വോട്ടുകൾ എവിടെയും പോയിട്ടില്ല. BJPയും അതുപോലത്തെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും വോട്ടുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പ് 2ആണ്. അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ ആ രീതിയിൽ കാണരുത്. ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സമയത്ത് പറയുന്നത്.